നമസ്കാരം. കേരളത്തിലെ CPM-ന്റെ ശക്തിചേരിയായ കണ്ണൂർ ലോബി തകർന്നു. അടുത്തത് CPM-ന്റെ പൂർണ്ണ തകർച്ച. സ്വേച്ഛാധിപത്യ ഭരണം കാഴ്ചവെക്കാൻ ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കഴിയില്ല എന്ന് ജനം. അതാണ് EP വിഷയത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ തകർച്ച എന്നത് അതിനി അത്ര നാൾ ശേഷിക്കുന്നില്ല എന്ന് ഉറച്ചു പറയുകയാണ് KPCC അംഗമായ ചെറിയാൻ ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവർ. എക്കാലവും CPM-ലെ ശാക്തിക ചേരിയായ കണ്ണൂർ ലോബി അന്തചിത്രം മൂലം തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചെറിയാൻ ഫിലിപ്പ് പ്രതികരിച്ചിരിക്കുന്നു. പിണറായിയുടെ ഉറ്റമിത്രങ്ങളായ ജയരാജന്മാർ 3 തട്ടിലാണ്. EP ജയരാജനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥ. കണ്ണൂർ ലോബിയെ സംഘർഷം മറ്റു ജില്ലകളിലേക്കും വ്യാപിക്കുന്ന സാഹചര്യം. 2005-ൽ മലപ്പുറം സമ്മേളനത്തിൽ പിണറായിയെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ VS അച്യുതാനന്ദന് ശ്രമിച്ചപ്പോൾ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചത് EP ജയരാജന്റെ നേതൃത്വത്തിലായിരുന്നു. തന്നെക്കാൾ ജൂനിയറായ കോടിയേരി ബാലകൃഷ്ണൻ, MV രാഘവൻ, MV ഗോവിന്ദൻ എന്നിവരെ പാർട്ടി സെക്രട്ടറി ആക്കിയപ്പോഴാണ് തഴയപ്പെട്ട രാജൻ കുപിതനായത്. പിണറായിയെ തകർക്കാൻ VS-ന്റെ കോടാലിയായി പ്രവർത്തിച്ച ദല്ലാൽ നന്ദകുമാറുമായുള്ള ജയരാജന്റെ വഴിവിട്ട ബന്ധമാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത്. എന്നാൽ BJP നേതാവ് ജാവേദ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചകളെ പിണറായിയോ പാർട്ടിയോ തള്ളി പറഞ്ഞിട്ടില്ല. AKG, CH കണാരൻ, അഴീക്കാട് രാഘവൻ, MV രാഘവൻ, EK നായനാർ, ചടയൻ ഗോവിന്ദൻ, പിണറായി, കോടിയേരി എന്നിവർ കണ്ണൂർ ലോബിയുടെ സൃഷ്ടികളാണ്. കണ്ണൂർ ലോബി തകരുന്നത് കേരളത്തിലെ CPM-ന്റെ തന്നെ ഉന്മൂലനത്തിന് വഴിതെളിക്കുമെന്നാണ് യാഥാർത്ഥ്യം. ലോക്സഭാ ഫലം വരുന്നതോടെ CPM-ൽ വൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും ഇതോടൊപ്പം തന്നെ ചെറിയാൻ ഫിലിപ്പ് പ്രതികരിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് AKG സെന്ററിലേക്ക് EP-യെ എത്തിക്കുന്നതും കണക്കിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നത്. എങ്കിലും പാർട്ടി മുഖം രക്ഷിക്കാൻ എന്ന രീതിയിൽ അക്കാര്യങ്ങൾ പരസ്യമായി പുറത്തുവിടാൻ CPM തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. എന്തായാലും EP വിഷയം CPM-നുള്ളിൽ വിയോജിപ്പുണ്ട് എന്നത് ആവർത്തിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരാളായ EP പോലും ജനിച്ചു വളർന്ന പാർട്ടിയെ ഉപേക്ഷിക്കാൻ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചു എന്നതും ആ പാർട്ടിയുടെ പതനത്തിലേക്കുള്ള ദൂരം അത്ര അധികമല്ല എന്നതിന്റെ സൂചനയാണ്. കഴിഞ്ഞ ദിവസം EP-യുമായി ജാവേദ്കർ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള വിഷയം AKG സെന്ററിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. ചർച്ചയിൽ EP-യെ CPM കൈ ഒഴിയുമെന്നായിരുന്നു കരുതിയതെങ്കിൽ പോലും അതിന് നേർവിപരീതമായിട്ടുള്ള നടപടികളായിരുന്നു അവിടെ നടന്നത്. EP-ക്കെതിരെ അത്തരമൊരു നടപടി എടുക്കാത്തതിന് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി 2 അക്കത്തിൽ അധിക സീറ്റുകളിൽ ജയിക്കുമെന്ന വിലയിരുത്തൽ CPM-നുണ്ട് എന്നായിരുന്നു റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ സീറ്റുകൾ ജയിക്കുന്നത് ഇടത് കൺവീനർക്കെതിരായ അച്ചടക്ക നടപടിക്ക് പ്രസക്തി ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ CPM ഔദ്യോഗിക പക്ഷം ഇത്തരമൊരു നിലപാടെടുക്കുകയായിരുന്നു. എന്തായാലും CPM പൊട്ടിത്തെറിയിൽ ഉണ്ടാക്കുന്ന തീരുമാനം തൽക്കാലം വേണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. ഇത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അംഗീകരിക്കുകയായിരുന്നു. ഇതോടെ ഇപ്പോൾ EP വിഷയത്തിൽ തൽക്കാലത്തേക്ക് ഒരു പ്രശ്നപരിഹാരമായിട്ടുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഈ വിഷയം CPM കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കാനുള്ള സാധ്യതകൾ ഏറെ. EP-നെ പാർട്ടിയുടെ കർശന നിരീക്ഷണത്തിലാകുമെന്നതും വ്യക്തം. മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും EP-യെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇതെന്നും ചിലർ പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം പാർട്ടിയോടുള്ള സഖാക്കന്മാരുടെ കാഴ്ചപ്പാടും വിശ്വാസവും മാറിയതിന്റെ തെളിവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.